നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് MLS-ൽ നടന്ന മത്സരത്തിൽ ഒരു അതിഗംഭീരമായ വിജയമാണ് ഇന്റർ മയാമി സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് ഒർലാൻഡോ സിറ്റിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസുമാണ് മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, സുവാരസ് 2 ഗോളുകളും 2 അസിസ്റ്റുകളും കരസ്ഥമാക്കിയപ്പോൾ മെസ്സി മത്സരത്തിൽ 2 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടന്നിട്ടുള്ളത്. എന്നാൽ ഈ മത്സരത്തിന് മുന്നേ വിവാദകരമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഈ മത്സരം യഥാർത്ഥത്തിൽ നിയന്ത്രിക്കേണ്ടത് ഗുയിഹെർമെ സെറേറ്റ എന്ന റഫറിയായിരുന്നു. എന്നാൽ മത്സരം ആരംഭിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപേ ഈ റഫറിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുകയായിരുന്നു. അമേരിക്കയിലെ പ്രൊഫഷണൽ റഫറീസ് ഓർഗനൈസേഷൻ ആണ് ഈ റഫറിയെ മത്സരം നിയന്ത്രിക്കാനുള്ള ചുമതലയിൽ നിന്നും മാറ്റിയത്. തുടർന്ന് അവർ മത്സരം നിയന്ത്രിക്കാൻ ജാമി ഹെരേരയെ ഏൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഫോർത്ത് ഒഫീഷ്യൽ ആയിക്കൊണ്ടാണ് ഈ മത്സരത്തിന്റെ ഭാഗമായിരുന്നത്. പക്ഷെ പിന്നീട് മുഖ്യ റഫറിയുടെ ഒരു ചുമതല ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുകയായിരുന്നു. സെറേറ്റയെ നീക്കം ചെയ്യാനുള്ള കാരണം അത് വളരെയധികം രസകരമാണ്. അദ്ദേഹം മെസ്സിയെയും ഇന്റർ മയാമിയെയും ഇഷ്ടപ്പെടുന്ന ഒരു റഫറിയാണ്. ഇന്റർ മയാമിയുടെ ജേഴ്സി ധരിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ എതിർ ആരാധകരുടെ പ്രതിഷേധം വളരെയധികം ഉയർന്നിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചത്. പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റ് കാരണമാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്നാണ് റഫറിമാരുടെ സംഘടന നൽകുന്ന വിശദീകരണം. ഏതായാലും മത്സരത്തിൽ ഒരു ഗംഭീര വിജയം ഇപ്പോൾ ഇന്റർ മയാമി കരസ്ഥമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ലീഗിലാകെ കളിച്ച 3 മത്സരങ്ങളിൽ നിന്ന് 2 വിജയവും ഒരു സമനിലയുമാണ് ഇന്റർ മയാമിയുടെ സമ്പാദ്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.